തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പടക്കം വീണ് കാറിന് തീപിടിച്ചു. മലപ്പുറം വൈലത്തൂരിൽ ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. LDFന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ പ്രവർത്തകർ പൊട്ടിച്ച പടക്കം കാറിനുള്ളിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ ഇറങ്ങിയോടി. ഹരി, ആർക്കും പരിക്കില്ല ഈ അപകടത്തിൽ എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. മലപ്പുറം വൈലത്തൂരിൽ നഗരമധ്യത്തിൽ തന്നെ ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ LDFന്റെ സ്ഥാനാർത്ഥിന്റെ പര്യടനം നടക്കുകയായിരുന്നു. ഈ റാലിയായി LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുകയായിരുന്നു. താനൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ പര്യടനമാണ് നടക്കുന്നത്. അതിനിടെയാണ് ഈ പര്യടനത്തിൽ പങ്കെടുത്ത LDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത്. പടക്കം പൊട്ടിച്ച് അടുത്ത കാറിലേക്ക് ഈ പടക്കം തെറിക്കുകയായിരുന്നു. അപ്പൊ ഉടനെ തന്നെ കാറ് കത്തുകയും ചെയ്തു. ഉടനെ ആ കാറിൽ ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രൈവർ മാത്രമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. ഈ കാർ തീപിടിക്കുന്നത് കണ്ട് ഡ്രൈവർ പെട്ടെന്ന് തന്നെ ഈ കാറിൽ നിന്ന് ഇറങ്ങി ാണ് ചെയ്തത്. എന്നാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഈ കാർ പൂർണ്ണമായി കത്തി അമർന്നു എന്നുള്ളതാണ്. മറ്റ് ഫയർഫോഴ്സ് എത്തിയാണ്, പിന്നീട് തിരൂരിലുള്ള ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. ഉടൻ തന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ 5 മിനിറ്റോളം എടുത്ത് തന്നെ ഫയർഫോഴ്സ് എത്തി ഈ ഒരു തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാവുകയായിരുന്നു. ഈ കാറ് പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇലക്ഷനാണ്, അതിന്റെ പ്രചാരണം നടക്കുന്ന സമയമാണ്. പലയിടങ്ങളിലും ഈ റാലിയും അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിക്കലും മറ്റു ആഘോഷങ്ങളും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ശ്രദ്ധക്കുറവാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് നമുക്ക് വ്യക്തമാണ്. ഏതായാലും ഒരു നഗരമധ്യത്തിലാണ്, വൈലത്തൂരിലെ മെയിൻ റോഡിലെ നഗരമധ്യത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്.